ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയില് നമ്മൾ നമ്മുടെ ഗാർഡനെ പരിചയപ്പെടുത്തുകയാണ്. കുറെ പേര് ചോദിച്ചിരുന്നു ഗാർഡൻ ഒന്ന് കാണിക്കണം. നമ്മൾ വലിയ ഗാർഡൻ ഒന്നും ഇല്ല, നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ മുറ്റത്ത് അത്യാവശ്യമൊക്കെ ആയിട്ടുണ്ടെന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ പലതരം പ്ലാന്റ്സ് ആണ് ഇവിടെ നട്ടുപിടിപ്പിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ കുറെ നാളായിട്ട് ഇതൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ കുറച്ച് നാൾ 6 മാസമൊക്കെ ആയതേ ഉള്ളൂ എത്രയും നമ്മൾ ഗാർഡനൊക്കെ പിടിപ്പിച്ചിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആർക്കും ചെയ്തെടുക്കാവുന്നൊരു സംഗതിയാണ് ഈ ഗാർഡൻ കേട്ടോ. അപ്പോൾ വളരെ അധികം ചിലവില്ലാതെ ഈസി ആയിട്ട് നമുക്ക് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഈ ഗാർഡൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേങ്കിലും നമ്മൾ ഒരു ചെടി കൊണ്ടുവച്ചിട്ട് വെറുതെ അതിനെ നശിപ്പിച്ച് കളയാതെ വേണമെന്ന് വിചാരിച്ച് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഗാർഡൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആണല്ലോ. അപ്പോൾ ഇവിടെ പലതരം ചെടികളുണ്ട്. അതുപോലെ തന്നെ ഈ പോട്ട്സ് ഇതെല്ലാം നമ്മുടെ മെറിൻ്റെ കലാവിരുദ്ധകളാണ്. അപ്പോൾ രണ്ടുപേരുടെയും കൂടെ എന്താണെന്ന് പറയുന്നത് ചേർന്നുള്ള എഫേർട്ടാണ് ഇത്. എന്തായാലും ഇനി ഒന്നൊന്നായിട്ട് നമ്മൾ കാണിക്കാം ഏതൊക്കെ ചെടിയാണ്, എങ്ങനെയൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് എന്നൊക്കെ. ഓക്കെ, അപ്പം നമ്മൾ തുടക്കത്തിൽ വേറെ കുറച്ച് ചെടികൾ ആദ്യമേ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ചെടികളൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഉള്ള ചെടി തന്നെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് കുറേ കൂടെ വിപുലീകരിച്ചിട്ടുണ്ട്. അപ്പം അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പം നമ്മുടെ ഗാർഡൻ കണ്ടില്ലേ, എത്ര പെട്ടെന്നാണ് നമുക്ക് ഗാർഡൻ ആയെന്നറിയാമോ. അധികം നാളൊന്നും ആയിട്ടില്ല നമുക്ക് ഗാർഡനായിട്ട്. അപ്പം നിങ്ങൾക്കറിയാം, ഇപ്പം നമ്മുടെ മുറ്റമൊക്കെ ഒന്ന് വൃത്തിയൊക്കെ ആക്കിയതിന് ശേഷമാണ് നമ്മുടെ ഈ ഗാർഡനൊക്കെ തുടങ്ങിയത്. അപ്പം ആർക്ക് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു ഗാർഡൻ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനകത്ത് ഞാനാണെങ്കിലും വലിയ ചിലവുകളോ ഒന്നും ചെയ്യാറില്ല. അതിനകത്ത് വളം മേടിക്കാനോ ഒന്നും. അപ്പോൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ വെച്ച് തന്നെയാണ് ഞാൻ ഈ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ മുറ്റത്ത് ഒരു ഗാർഡൻ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതുണ്ട്, ഇപ്പോൾ നമ്മുടെ മീൻചട്ടിക്കകത്ത് മെറിൻ പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്നതാണ്. അതിനകത്ത് നമ്മൾ ടർട്ടിൽ വൈൻ നട്ടിരിക്കുകയാണ്. ആദ്യമൊന്നും ഇതിൻ്റെ പേര് പോലും നമുക്കറിയത്തില്ലായിരുന്നു. ഇപ്പോൾ എല്ലാ ചെടിയുടെയും പേരൊക്കെ പഠിച്ചു. നമ്മൾ ചെടിയൊക്കെ വളർത്തി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെല്ലാം അങ്ങ് പഠിച്ചു പോകും. പഠിച്ച് തുന്നം പാടും അല്ലേ. ഇത് തൊണ്ടിനകത്ത് ഓർക്കിഡ് വളർത്തി നോക്കുകയാണിത്. അപ്പോൾ അതിനകത്ത് പുതിയ കൊമ്പുകളൊക്കെ വരാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഇതുണ്ടല്ലോ, ബോട്ടിലിനകത്ത് ഹോൾ ഉണ്ടാക്കിയിട്ട് വെറുതെ ഒരു വള്ളി ഇതാക്കിയിട്ട് വാണ്ടറിങ് ജൂ നട്ടിരിക്കുകയാണ്. നല്ലതുപോലെ അത് വളർന്നു വരുന്നുണ്ട്. ഇത് ടർട്ടിൽ ഹാർട്ടാണിത്. ഇതങ്ങോട്ട് നട്ടതേ ഉള്ളൂ. ഹാങ്ങിങ് പോട്ടിനകത്ത് തൊട്ട ഉടനെ ഒടിഞ്ഞു പോകുന്നത്. ഇത് നമ്മൾ ഈ വള്ളി വാങ്ങിയതാണിത്. അപ്പം മെറിൻ ഇത് നല്ല രീതിയിൽ ഇപ്പം ചെയ്യുന്നുണ്ട്. ഇപ്പം മെറിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ വാങ്ങിച്ചായിരുന്നു ഇത്. നല്ല ഇതായിട്ട് വളർന്നു വരുന്നുണ്ട്. കണ്ടില്ല, എന്ത് ഭംഗിയാണ് കാണാനായിട്ട്, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ അന്ന് നമ്മൾ നട്ട് കാണിച്ചതായ ടർട്ടിൽ വൈനാണ് നിൽക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ ബുഷായിട്ട് മുകളിൽ നിന്ന് നല്ലതുപോലെ വളർന്നു വരുന്നുണ്ട്. ഇതിപ്പം മെറിൻ ചെയ്ത ഹാങ്ങിങ് ആണ്. നല്ല രീതിയിൽ ഇപ്പം നമുക്ക് ഹാങ്ങിങ് ഒന്നും മേടിക്കേണ്ട കാര്യമേ ഇല്ല. അപ്പം മെറിനാണ് നല്ല രീതിയിലിത് പല രീതിയിലുള്ളത് ചെയ്ത് തരുന്നുണ്ട്. അത് കണ്ടില്ല. അപ്പോൾ ഇതെല്ലാം മെറിൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അവളുടെ ചാനലിൽ ഇതിൻ്റെ എല്ലാം വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങളത് കണ്ടു നോക്കുക. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതായ പ്ലാസ്റ്റിക് കയറുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതും മീൻചട്ടിയാണ്, പൊട്ടിയ മീൻചട്ടിയാണ് കേട്ടോ. അമ്മമാരുടെ മീൻ കറി വെക്കുന്ന ചട്ടിയൊന്നും എടുത്തുകൊണ്ട് പൊക്കളയരുതാരും. ഇതും അതുപോലെ പെട്ടെന്ന് തന്നെ ചെയ്തതാണിത്. ഇപ്പം പണ്ട് ഇവിടെ അമ്മ ഇഞ്ചി കറി വെച്ചുകൊണ്ടിരുന്ന ഒരു കലമായിരുന്നു. അപ്പോൾ അതിൻ്റെ ചുവടൊക്കെ ചെറുതായിട്ട് പൊട്ടിത്തുടങ്ങി. അപ്പോൾ അതിനകത്ത് പെയിൻ്റ് അടിച്ചു, ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. കണ്ട, നല്ല ക്യൂട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതായ എല്ലാ രീതികളും മെറിൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മെറിൻ്റെ ചാനലായ ഡേ ഡ്രീമർ മെറിനകത്ത് ഇതിൻ്റെ എല്ലാ വീഡിയോയും നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ജൂല ഉണ്ടാക്കുന്നു, ചട്ടിയിൽ പെയിൻ്റ് അടിക്കുന്ന എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൊച്ചു കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണത്. അപ്പോൾ ഇതിൻ്റെ ഹാങ്ങിങ് ത്രെഡ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങളത് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു പെയിൻറ്റ് വാങ്ങിച്ച ടിന്നാണിത്. പൂച്ചയുടെ ഷേപ്പ് ആക്കിയിട്ട് അതിനകത്ത് നമ്മൾ ഈ വാണ്ടറിങ് ജൂ നട്ടിരിക്കുകയാണ്. വെറുതെ ഒരു കയറ് അതിനകത്ത് കെട്ടിയിരിക്കുകയാണ്. ഇതും ചണം വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് കുപ്പിക്കകത്ത് ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ്. കണ്ടോ, ഇതിൻ്റെയും വീഡിയോ മെറിനിട്ടിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ പർപ്പിൾ ഹാർട്ടും നട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് മണി പ്ലാന്റും നട്ടിട്ടുണ്ട്. ഇതിലോട്ട് ഒരു ടെറേനിയം നട്ടിരിക്കുകയാണ്. ഇത് 10 മണി, ഇത് ടർട്ടിൽ ഹാർട്ട്. അപ്പോൾ നമ്മുടെ മുറ്റത്ത് നമ്മൾ ഇതേപോലെ ഒരു തൂണടിച്ചിട്ട് അതിലോട്ട് ഇങ്ങനെ ഹാങ്ങിങ് ചെയ്യാനായിട്ട് ഒരു കമ്പിയൊക്കെ അവരെയും കൊണ്ട് തന്നെ ഫിറ്റ് ചെയ്യിപ്പിച്ചിട്ട് വെൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതാണ് നമ്മൾ ഇതെല്ലാം തൂക്കി ഇടുന്നതിനകത്ത്.
ഈ ഇരിക്കുന്നതെല്ലാം നമ്മുടെ പഴയ തന്നെ ചെടികളാണ്. നമ്മുടെ സ്പൈഡർ പ്ലാന്റ്, ബിഗോണിയ, പുതിയ പുതിയ ചെടികളൊക്കെ നമ്മൾ ആക്കി വരികയാണ്. കണ്ടില്ലേ, ഇതൊക്കെ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണിത്. എൻ്റെ 10ാം ക്ലാസ്സിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ഒരു കൂട്ടുകാരി വസന്തകുമാരി എന്നെ വിളിച്ചിട്ട് കുറേ ചെടികൾ എനിക്ക് തന്നു. ഇത് കുഞ്ഞി പാരിജാതം, നിറയെ പൂക്കളുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് കുറവാണ് അതിനകത്ത്. ഇതിപ്പോൾ നമ്മുടെ അരുമയായ ടർട്ടിൽ വൈൻ നല്ല ആരോഗ്യത്തോടെ വളർന്നു വരുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ. ഇത് നല്ല ബുഷിയായിട്ട് താഴോട്ട് ഇങ്ങനെ വളർന്നു വരും. ഇത് വെയിലത്തൊന്നും ഇടരുത്. അപ്പോൾ ഇത് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് ഇട്ടെന്നേ ഉള്ളൂ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഈ ടർട്ടിൽ വൈൻ്റെ ഞാനൊരു വീഡിയോ സ്പെഷ്യലായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ കണ്ടു നോക്കണം. അത് പെട്ടെന്ന് തന്നെ നമുക്ക് എങ്ങനെ കിളിപ്പിക്കാമെന്നൊക്കെ ഉള്ളതായ ഒരു വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് 1 ലക്ഷത്തിൽ ആൾക്കാർ കണ്ടു കഴിഞ്ഞതാണ്. 2 ആഴ്ച ആയതേ ഉള്ളൂ അത് ഇട്ടിട്ട്. അത് കുറേ ആൾക്കാർ അത് കണ്ടു കഴിഞ്ഞു. അപ്പം തീർച്ചയായിട്ടും നിങ്ങളത് കണ്ടു നോക്കുക. അതുപോലെ തന്നെ നടാനായിട്ട് ശ്രമിക്കുക. ഇത് നമ്മുടെ കള്ളൻ ആക്രമിച്ച ചൈനീസ് ബോൾസമാണ്. കണ്ടോ, അത് ആക്രമണത്തിന് ശേഷം അത് ഇച്ചിരി പരിതാപകരമായ അവസ്ഥയിലാണ്. അതിനെ ഒന്ന് വളർത്തിക്കൊണ്ട് വരികയാണ്. ഇവിടെ നിന്നെല്ലാം ഞാൻ കമ്പുകൾ വെട്ടിക്കളഞ്ഞു. അതിൽ നിന്നൊക്കെ കൊച്ചു കൊച്ചു കമ്പുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതെന്ന് പറയുന്നത് അഗ്ലോണിമയാണ്. ഇതൊരു കുഞ്ഞ് തൈ കിട്ടിയാണ്. എൻ്റെ ഒരു കസിൻ സിസ്റ്റർ തന്നെയായിരുന്നു. അപ്പോൾ അത് കണ്ട പുതിയ ഇലകൾ ഇവിടെ വന്നിട്ട് 2-3 എണ്ണം വന്നതാണിത്. ഈ ചെടിക്ക് അത്യാവശ്യം വെയിലൊക്കെ വേണം കേട്ടോ. വെയിലില്ലാന്നുണ്ടെങ്കിൽ ദണ്ട് ഇങ്ങനെ നരച്ച് നിൽക്കുന്ന മാതിരിയൊക്കെ ആയിപ്പോവും. ഇച്ചിരി മൂത്ത തണ്ടാണിത്. ഇപ്പം നല്ല പുതുതായിട്ട് വരുന്നതിനൊക്കെ നല്ല കളറാണ് കണ്ടോ. നല്ല വെൽവെറ്റ് മാതിരി, എന്ത് രസമാണ് കാണാനായിട്ട്. ഇതിങ്ങനെ പടർന്ന് കിടക്കുകയാണ്. ഇതിൻ്റെ എല്ലാം കൊമ്പുകൾ ഞാൻ പലയിടത്തായിട്ട് കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് പോയാലും നമുക്ക് മറ്റൊന്ന് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ആരെങ്കിലുമൊക്കെ വന്ന് ചോദിക്കുമ്പോൾ ഞാൻ കൊടുക്കാറുണ്ട്. അവരും അതേപോലെ കൊണ്ടുപോയി നല്ലതുപോലെ കിളിപ്പിക്കാറുണ്ട്. അവരുടെ കയ്യിലുള്ളത് എനിക്കും തരാറുണ്ട്. അപ്പം നമുക്ക് ഇഷ്ടം പോലെ ചെടികളൊക്കെ നമുക്ക് ആക്കാനായിട്ട് സാധിക്കും. ഇതിപ്പം കണ്ണാടി ചെടി അല്ലെങ്കിൽ ഹൃദയച്ചെടി, ഇതിന് വേറെയും പേരുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പിന്നെ വേറൊരു ഇനമാണ്. ഇപ്പം നാണ്ട് ഫ്രില്ല് വെച്ച മാതിരിയാണ് ഇതിൻ്റെ ഇല ഇരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും നമ്മൾ നല്ലതുപോലെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വെള്ളം ഒഴിച്ചില്ലെന്നുണ്ടെങ്കിൽ ഈ ചൂടത്ത് പിന്നെ വല്ലാത്ത കഷ്ടത്തിൽ നിൽക്കുന്നതാണ്. തലയൊക്കെ കുമ്പിട്ട് അതിൻ്റെ ഇലയൊക്കെ അങ്ങ് വാടി നിൽക്കും. അപ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ കൊണ്ടുവന്ന് 3 പ്രാവശ്യം വരെയും വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ നമ്മുടെ ചൈനീസ് ബോൾസൊക്കെ വെയിലത്ത് നിന്നാൽ ഭയങ്കര കഷ്ടത്തിലായി പോകും. ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഒരുപാട് വെയിൽ തട്ടുന്നിടത്ത് ഇത് വെക്കാതിരിക്കുക. അപ്പോൾ നല്ല പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നതാണ്, നല്ല ഭംഗിയായിരിക്കാം. ഇത് അതിൻ്റെ വേറൊരു ഇനമാണിത്. ഇത് നല്ല പ്ലെയിനായിട്ട് നിൽക്കും. ഇത് കണ്ടാൽ നല്ല രസമാണ് ഇവിടെ നിൽക്കുന്ന കാണാൻ. ചെറിയ തണ്ട് അരികിങ്ങനെ സിക്സാഗ് ചെയ്ത മാതിരി നിൽപ്പുണ്ട്. എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. അതിൻ്റെ വേറൊരു ഇതാണിത്. ഇതിൻ്റെ തന്നെ വേറൊരു വേർഷനാണിത്. കണ്ടോ, ഇതെന്ന് വെച്ചാൽ ഈ ഇലയെന്ന് വെച്ചാൽ ദണ്ട ഒരുപാട് പച്ച ഈ സൈഡിലുണ്ട്, മെറൂൺ കളറ് നടുക്ക് ഭാഗത്തായിട്ട്. ഇത് പച്ച കുറവും മെറൂണ് കൂടുതലും. അതിന് തന്നെ വേണ്ട. ഇത് നല്ല അരുമയാർന്ന ചെടി. ഇത് നല്ല രസമാണ് ഇതിൻ്റെ ചെടി നിൽക്കുന്നതാണ് തന്നെ. എന്തെല്ലാം വെറൈറ്റീസ് ഇതാണ് ദൈവത്തിൻ്റെ ഓരോ സൃഷ്ടികൾ. അത് കണ്ടില്ല, എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. അടിപൊളിയായിട്ടുണ്ട്. ഇത് അഗ്ലോണിമയുടെ വേറൊരു ടൈപ്പാണിത്. ഇത് ചുമന്ന തെറ്റി. അത് നമ്മൾ ഇങ്ങനെ നീളത്തിലെ കമ്പ് വരുമ്പോൾ അതിൻ്റെ പൂവിൻ്റെ പിടുത്തമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് നിർത്തണം. അപ്പോൾ നല്ല ബുഷായിട്ട് നമുക്ക് വളർന്ന് കിട്ടും. അപ്പോൾ ഇതിനകത്ത് എല്ലാം ഞാൻ ചെയ്യുന്നത് കഞ്ഞി വെള്ളത്തിലെ പിണ്ണാക്ക്, കടല പിണ്ണാക്ക് പുളിപ്പിച്ചിട്ട് നേർപ്പിച്ച് കൊണ്ടുവന്ന് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലെ വേസ്റ്റും അതിനകത്ത് അടിച്ച് കലക്കി കൊണ്ടുവന്ന് നേർപ്പിച്ച് ഒഴിക്കാറുണ്ട്. ഇത് മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ എൻ്റെ വളമെന്ന് പറയുന്നത്. പിന്നെ ചാണകപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വല്പം ഇട്ട് കൊടുക്കും. ഇതൊക്കെ തന്നെ, അല്ലാതെ 5 പൈസയുടെ വളം ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് ഈ ചെടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാറില്ല. ഇത് നല്ല ഒരു അടിപൊളി പൂവാണിത്. പിങ്ക് കളറാണ് ഇതിൻ്റേത്. ഇതിൻ്റെ പല കളറിലെ ചെടികളുണ്ട് കേട്ടോ. ഇത് എബിനെ എവിടെ നിന്നോ കൊണ്ടുവന്നതാണിത്. അത് നല്ലതുപോലെ പിന്നെ ഗ്രോ ബാഗിനകത്ത് നട്ടിരിക്കുമായിരുന്നു. അതെടുത്ത് ഞാൻ അതേപോലെ എടുത്ത് ചട്ടിക്കകത്തോട്ടാക്കി അതിനകത്തൊന്ന് വേര് പിടിക്കട്ടെ എന്ന് എഴുതിയിട്ടാണ് കൊണ്ടുവന്നപ്പോൾ അപ്പാടെ അങ്ങനെ വെച്ചത്. അപ്പോൾ ചട്ടിലോട്ടാക്കി അത് നല്ലതുപോലെ ആരോഗ്യത്തോടെ വളർന്നു വരുന്നുണ്ട്. ഇത് നമ്മുടെ ജമന്തിയുടെ കളക്ഷനാണ് മമ്മിയുടെ. ജമന്തി തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഇതുകൊണ്ട് അവിടെ ഒരു കളറുണ്ട്, നല്ലൊരു കളറ്, നല്ലൊരു ഓറഞ്ച് കളറ്. ഇത് അതിൻ്റെ മഞ്ഞ കളർ വേരിയൻ്റ് ആണ്. അപ്പം പല ടൈപ്പിലുള്ളതായ ജമന്തി ഉണ്ട്. ബന്ദി, ജമന്തി അല്ല ബന്ദി. ബന്ദി അല്ലേ ജമന്തി? ഇതാണ് അല്ല, അത് പിന്നെ എന്താണ് തീപ്പൊരി എന്ന് പറയും.
മാങ്ങാനാറി എന്നൊക്കെ പറയും. പക്ഷേ അതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചെടിയാണ്. അത് തട്ടായിട്ടുള്ള കുറേ തട്ടുകളുണ്ട് നമുക്ക്. മറ്റേത് ഒറ്റ ഇതായിട്ടേ ഉള്ളൂ. പക്ഷേ നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ നിൽക്കുന്ന കണ്ടില്ലേ, ഇഷ്ടം പോലെ പൂക്കളും പിടിക്കും. പക്ഷേ അത് പിന്നെ കാറ്റത്തും മഴയത്തും ഒന്നും വീണു പോകാതെ അതിനകത്ത് പിന്നെ കെട്ടി വെച്ച് കൊടുക്കണം. ഒരു പിന്നെ കയറോ ഒരു കമ്പുമായിട്ടൊക്കെ കെട്ടി വെച്ച് നിർത്തിയിരുന്നാൽ അത് വീണു പോകാതെ സ്ട്രെയിറ്റ് ആയിട്ട് നിന്നോളും. അതുപോലെ തന്നെയാണ് ഈ ബെന്തി. അപ്പോൾ ഈ ബന്ധിയൊക്കെ ഒരു ചെടിയിൽ നിന്ന് നമുക്ക് പല ചെടികൾ ആക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോ ചെടികളെക്കുറിച്ചും നിങ്ങൾക്ക് പിന്നെ അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊപ്പഗേഷനൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വേറെ വേറെ വീഡിയോ ആയിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. ഓരോന്നിനെ പറ്റി പറയണം കുറേ ഉണ്ട്. അപ്പോൾ വീഡിയോ ലെങ്ത് കൂടുന്നെന്ന് പറഞ്ഞ് കുറേ പേര് പരാതിയാണ്, അതാണ് നമ്മൾ കൂട്ടുന്നില്ല. കണ്ടില്ലേ ബന്ധിപ്പൂ എന്ത് ഭംഗിയാണെന്നറിയാമോ ഇത്. ഇപ്പോൾ ഓണകാലം മുതലേ നമ്മുടെ വീട്ടിലുണ്ട്. അപ്പോൾ ആദ്യം പിടിച്ചതൊക്കെ പോയി, പിന്നെയും നമ്മൾ നട്ടുപിടിപ്പിച്ചപ്പോൾ ഇപ്പം നിറയെ വീണ്ടും നമ്മുടെ പറമ്പിലെല്ലാം നിൽപ്പുണ്ട്. ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണാൻ തന്നെ നല്ല രസമാണ്. നമ്മുടെ മുറ്റത്തോട്ട് രാവിലെ ഒന്ന് ഇറങ്ങി നോക്കുമ്പോൾ എന്താ ഒരു ഭംഗിയാണെന്നറിയാമോ. ഭംഗി അത് മാത്രമല്ല, നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ പല നിറത്തിലുള്ള ഇലകളും പൂക്കളും ഒക്കെ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു സന്തോഷം, ഒരു എനർജിയാണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത്. അതുപോലെ നമ്മുടെ ചുമന്ന ബോൾസം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതും എല്ലാ സൈഡിലും നിൽപ്പുണ്ട്. ഇതിൻ്റെ ഉണങ്ങിയ അരി എടുത്തിട്ട് നമുക്ക് പാകി കിളിപ്പിക്കാം. ഇതാണ് ബന്ധിയുടെ ഉണങ്ങിയ അരി എന്ന് പറയുന്നത്. ഇത് നമുക്ക് കളക്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ നമുക്ക് ഇതേപോലെ നട്ടുപിടിപ്പിക്കാം. വേറെ രീതിയുണ്ട്. ഇതിൻ്റെ ഇതളെന്ന് പറയുന്നത് വേറൊരു രീതിയിലുള്ള ഇതളാണ്. അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് ഒരുപാട് വലുപ്പമില്ലെങ്കിലും നല്ല കാണാൻ നല്ല കളറും നല്ല ഭംഗിയുമാണ്. കൂട്ടത്തോട് ഇങ്ങനെ നിൽക്കുന്ന കാണാനായിട്ട് നല്ല പൊക്കത്തിലിങ്ങനെ വളർന്നു വരുമ്പോഴും നമ്മളൊരു കമ്പൊക്കെ കുത്തി ഇങ്ങനെ കൊടുക്കണം. ഇത് കാറ്റത്തൊന്ന് വീണു പോയായിരുന്നു. അപ്പോൾ ഞാനൊരു കമ്പൊക്കെ കുത്തി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ അങ്ങ് നിന്നോളും. ഇതാണ് 4 മണി ചെടി എന്ന് പറയുന്നത്. ഒരു 4 മണി ചെടി തന്നെ പല പല കളറായിട്ടാണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പം കണ്ടില്ലേ, വൈകിട്ട് ബിരിയാനായിട്ട് റെഡിയായി നിൽക്കുന്നതാണ്. പല കളറാണ് അതിനകത്തുള്ളത്. അപ്പം അതിൻ്റെ അരിയാണ് ഈ നിൽക്കുന്നത്. കണ്ടില്ലേ, കുരുമുളക് മാതിരിയാണ് നിൽക്കുന്നത്. ഇതിവിടെ തന്നെ വീണിട്ട് ഇഷ്ടംപോലെ തൈകൾ പിന്നെയും വന്നുകൊണ്ടേയിരിക്കും. ഇത് ഇലച്ചെടികളെയൊക്കെ നമ്മൾ പിന്നെ ബോർഡറായിട്ട് കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. നല്ല ഭംഗിയായിട്ട് നല്ല ബുഷായിട്ട് ഇങ്ങനെ വളർന്നു വരും. അതിൻ്റെ സൈഡിലായിട്ട് ചൈനീസ് ബോൾസം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ നമ്മൾ ചൈനീസ് ബോൾസും കൂടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി ഇടയ്ക്കിടയ്ക്കായിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കും. അപ്പോൾ ഇലയും പൂക്കളും ഒക്കെ ആകുമ്പോൾ നല്ലൊരു ഭംഗിയല്ലേ. അതുപോലെ തന്നെ ഭിത്തി മതിലിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ നിത്യകല്യാണിയും കൊണ്ടുവച്ചിട്ടുണ്ട്. 5 ടൈപ്പിലുള്ള നിത്യകല്യാണി ഉണ്ട്. 2 എണ്ണം അപ്പുറത്തെ മുറ്റത്ത് നിൽക്കുകയാണ്. ഇത് ചൈനീസ് ബോൾസും ചുവന്ന കളറ്. ഇത് നല്ല ചെങ്കല്ല് കളറ്, വെള്ളയും ചുവപ്പും കൂടെയുള്ള മിക്സ് കളറ്. അപ്പോൾ ഇവിടെ നമ്മൾ ബോർഡറായിട്ട് 10 മണി നട്ടിരുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ മഴയൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാം ചീഞ്ഞൊക്കെ പോയി. കുറേ നമ്മൾ മാറ്റിയൊക്കെ നട്ടു. അപ്പം അതും നമ്മൾ ഇതേപോലെ ഓരോ റൗണ്ട് എടുത്തിട്ട് അതിനകത്ത് നട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതൊരു ഓറഞ്ചിൻ്റെ ചുവട്ടിലോട്ട് നമ്മൾ കുറച്ച് നട്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഓറഞ്ചാണിത്. അപ്പം നമ്മുടെ ഒരു കസിൻ ബ്രദർ തന്നെയാണ് ഈ ഇലിമ്പിക്കയും ഓറഞ്ചും ഒക്കെ. ഇത് ഒരു ചാമ്പയാണ്. ചാമ്പ നമ്മൾ വാങ്ങിച്ച് നട്ടയാണ്. അപ്പം അതിന് വളമൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ഈ 10 മണിയും അതിൻ്റെ ചുവട്ടിൽ നട്ടിട്ടുണ്ട്. അതും കൂടെ നന്നായി വരാൻ വേണ്ടിയിട്ടാണ് ഒരുമിച്ച് നട്ടിരിക്കുന്നത്. അപ്പം നല്ല റൗണ്ടിലാകുമ്പോൾ നല്ല പൂക്കളൊക്കെ നിൽക്കുന്നതാണ്, നല്ല രസമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഇൻ്റർലോക്കൊക്കെ നമ്മൾ ഇട്ടതിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് പറമ്പിലോട്ട് ഇറങ്ങാനായിട്ട് ഒരു വഴി മാതിരിയൊക്കെ അതിൻ്റെ അധികം വന്ന കട്ടയൊക്കെ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ 2 സൈഡിലും ഇങ്ങനെ ഒരു ബോർഡർ മാതിരി കൊടുത്തിട്ട് റിയോ പ്ലാന്റ് നട്ട് പിടിപ്പിക്കാമെന്ന് കരുതി. അങ്ങനെ മറ്റേതിൽ നിന്നൊക്കെ ഇങ്ങനെ ഇവിടെയൊക്കെ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ് ബോർഡറായിട്ട്. ഇതാണ്ട് റിയോ പ്ലാന്റ് ആണിത്, കണ്ടില്ലേ. ഇതിങ്ങനെ ബോർഡറായിട്ട് നടണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇത് അതിൻ്റെ വേറൊരു രൂപം. ഇതൊക്കെ ഞാൻ കാണിച്ചതാണ്. ഇത് റിയോ പ്ലാന്റ്. അതിൻ്റെ പ്രൊപ്പഗേഷനൊക്കെ നേരത്തെ ഒരു വീഡിയോ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊക്കെ കണ്ടു നോക്കുക. പിന്നീട് ഇന്നൊക്കെ നമ്മൾ കരിയിലയും ഒക്കെ എപ്പോഴും മരത്തിൽ നിന്ന് കരിയില വീഴുന്നുണ്ട്. എപ്പോഴും കരിയില തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ പുല്ലും കരിയിലയൊക്കെ മാറ്റി ഒക്കെ വൃത്തിയാക്കി ഇട്ടിരുന്നാൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്. ഇപ്പം നമ്മൾ പിന്നെ പറമ്പിലാണെന്നുണ്ടെങ്കിലും മുറ്റത്താണെന്നുണ്ടെങ്കിലും നമ്മൾ പിന്നെ കരിയിലയും ഇൻ്റർലോക്കിന് ഇടയ്ക്കൂടെയൊക്കെ തന്നെ പോച്ചയൊക്കെ കയറി വരാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പറിച്ചു കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് തൂത്തൊക്കെ ഇടാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗാർഡനിൽ പോകുന്ന ഒരു പാർക്കിൽ പോകുന്ന ഒരു ഫീലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മുടെ മുറ്റത്തോട്ട് ഇറങ്ങിയാലും ഒരു വൃത്തിയായിട്ടൊക്കെ കിടക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കതൊരു പ്രത്യേക എനർജി തന്നെ ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളത് നമ്മൾ പിന്നെ പറിച്ച് അതിൻ്റെ ഒരു കൊമ്പ് അടിച്ച് അങ്ങോട്ട് നട്ടു ഇങ്ങോട്ട് നട്ടു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാന്നുണ്ടെങ്കിലോ നമുക്ക് സമയം പോകുന്നതൊട്ട് അറിയത്തുമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഇത് ഗാർഡൻ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മുറ്റം കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെ ആയിരിക്കും. അതേപോലെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ നട്ടുകൊണ്ടേയിരിക്കുക. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം
അധികം പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിക്കണമെന്ന് ഞാൻ പറയത്തില്ല. കാരണം ഞാൻ അങ്ങനെ അധികം പൈസ ചിലവാക്കി ഒരു ചെടി അങ്ങനെ വാങ്ങിച്ചിട്ടില്ല. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് തന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ റിലേറ്റീവ്സിൻ്റെയൊക്കെ വീട്ടിൽ പോകുമ്പോഴും നമുക്ക് ഒരു കൊമ്പൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളുടെ പിന്നെ അടുത്തുള്ള ഒരു അച്ഛനുണ്ടായിരുന്നു. അച്ഛനും നമുക്ക് ചെടിയൊക്കെ തന്ന് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ നമുക്ക് വളർന്ന് വരുന്നുണ്ട്. ഇപ്പോൾ റിയോ പ്ലാന്റിൻ്റെയൊക്കെ വീഡിയോ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് നടുന്ന രീതിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളും അതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഗാർഡൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കണ്ടില്ലേ എങ്ങനെ നമ്മൾ ഇത്രയും ചെടികൾ നട്ടുപിടിപ്പിച്ച് പല രീതിയിൽ നട്ടുപിടിപ്പിച്ച് എങ്ങനെയൊക്കെ ഒരു ചെടി കൊണ്ടുവന്നാൽ എങ്ങനെ പല രീതിയിൽ നമ്മൾ നട്ട് അതിനെ കേടായി പോയാലും അതിൻ്റെ ഒരു ജീവിപ്പിച്ചെടുക്കുക എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നത്, നിങ്ങളുടെ ഫേസ്ബുക്ക് പേജായ മിനിസ് ലൈഫ് സ്റ്റൈലോട് ഒന്ന് ലൈക്ക് ചെയ്ത് വിടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാനും ബൈ.